സാരമില്ല, പറയൂ. ആ ഇടയ്ക്കാണ് തോമസ് വക്കീലും ശശിസാറും ഗ്രാമത്തിൽ വന്നത്. അരവിന്ദേട്ടന്റെ പഴയ കൂട്ടുകാർ. ഇവിടെ സംഭവിച്ചതൊക്കെ ഈ ഗ്രാമത്തിന്റെ മാത്രം കഥയല്ല. ഇന്ത്യയിലെ 10,000-കണക്കിന് വരുന്ന ഗ്രാമങ്ങളുടെ കഥയാണ്. ഒരു രക്തരൂഷിതമായ സായുധ സമരത്തിലൂടെ അല്ലാതെ അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് മോചനമില്ല, ചെറുകിട കർഷകന് മോചനമില്ല. ഒരു സായുധ വിപ്ലവത്തിന്റെയും അതിചിന്തിയ കണ്ണീരിന്റെയും രക്തത്തിന്റെയും വിലയായി റഷ്യയ്ക്കും ചൈനയ്ക്കും കൈവന്ന മോചനം കണ്ട് ഇന്ത്യയിൽ ചിലർക്ക് കൊതിമൂത്ത് ഭൂഷ്വാസികളോട് തോളോട് തോൾ ചേർന്ന് മെയ്യനങ്ങാതെ ചുളുവിൽ ബാലറ്റ് പേപ്പറിലൂടെ വിപ്ലവം വരുമോ എന്നവർ ശ്രമിച്ചു നോക്കി. താൽക്കാലിക വിജയങ്ങൾ കിട്ടുന്നുമുണ്ട്. പണം പിരിക്കാനും വോട്ട് ചോദിക്കാനും അവർ പഴയ വീരഗാഥകൾ പാടി നടക്കുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ പഴയ 303 റൈഫിളുകൾ കണ്ട് കുഞ്ഞാടുകളെ മുമ്പോട്ട് തള്ളി പിന്തിരിഞ്ഞോടിയവർ ഇന്ന് കാറൽ മാർക്സിന് വികലമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുന്നു, ഡിസീസുകൾ അവതരിപ്പിക്കുന്നു. ചില വ്യക്തികൾക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ ഭൂഷ്വാസി ദാനം തരുന്ന അധികാരം വിഷം ചേർത്ത വീഞ്ഞാണ്. നമുക്ക് ഈ അധ്വാനവർഗത്തിന് ഒരു സായുധ സമരത്തിനുള്ള സമയം ഇനിയും വൈകിയിട്ടില്ല. ഇതിന് പരിശീലനം ആവശ്യമാണ്. രാത്രിയായാൽ പിന്നെ സ്റ്റഡി ക്ലാസും ക്യാമ്പും. പോലീസിനെ പേടിച്ച് കാട്ടിലും ആദിവാസി ഗ്രാമത്തിലൊക്കെയാ അവർ ക്ലാസ് നടത്താറ്. കൊല്ലും കൊലയും നടത്തണമെന്ന് അവർ പറയുമ്പോൾ ആദ്യമൊക്കെ അരവിന്ദേട്ടൻ അതിനെതിരായിരുന്നു. ഇതൊരു നിമിഷത്തിന്റെ ആവേശമല്ലേ തോമാച്ച? ഇതിനൊരു ശാശ്വത സ്വഭാവമുണ്ടോ? ഒരു മാധവമേനോനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഉന്മൂലനം ചെയ്താൽ വിപ്ലവം വരുമോ തോമാച്ച? ഇനി ഇത് വിജയിച്ചെങ്കിൽ തന്നെ അടുത്ത പരിപാടി എന്താ? റെഡ് ഫോർട്ടിൽ കൊടി പറത്തുന്നവരെയുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് ഈ ഗ്രാമത്തിരുന്ന് ചാർട്ട് ചെയ്തിട്ട് സമരം തുടങ്ങാൻ പറ്റില്ല. നമ്മളൊരു വിത്തിട്ടു, അല്പം വെള്ളം ഒഴിച്ചു, മുളക്കട്ടെ. ഈ വളമിടാനും കൊയ്ത്തിറത്താനൊക്കെ ഉള്ള ദൈവം തരും അല്ലേ? ഈ പാവങ്ങളുടെ എല്ലാ ആധാരവും പട്ടയൊക്കെ ആ മാധവമേനോന്റെ കയ്യിലാ. ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്ക് അയാൾ കൊയ്ത്ത് സ്റ്റേ ചെയ്താൽ ഇവർ വലയും. ഒരു 4-5 ദിവസത്തിനുള്ളിലെങ്കിലും കൊയ്ത്ത് നടത്തിയില്ലെങ്കിൽ ഇവർ പട്ടിണിയാവും. നമ്മളിനി ശ്രമിച്ച് കൊയ്ത്ത് സ്റ്റേ മാറ്റണമെങ്കിൽ തന്നെ അതിനി 1 മാസമെങ്കിലും എടുക്കും. അപ്പോഴേക്കും നെല്ല് നശിക്കും, മുള പൊട്ടും. മുതലും പലിശയും കിട്ടിയില്ലെന്നും പറഞ്ഞ് അവസാനം ഈ കാണുന്ന പാടങ്ങൾ മുഴുവൻ അയാളുടെ കയ്യിരിക്കും. താൻ എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ മാധവമേനോ പോയിന്ന് കാണാം. താഴാവുന്നതിന് പരമാവധി താഴാം. വേണമെങ്കിൽ കാല് വരെ പിടിക്കാം. അരവിന്ദൻ പറഞ്ഞ കേട്ടല്ലോ. അല്ല അരവിന്ദേട്ടാ, അരവിന്ദേട്ടൻ പറയുന്ന ആളെ കേട്ടില്ലെങ്കിലോ? കേൾക്കും, കേൾക്കാതിരിക്കില്ല. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാലോ. ഞങ്ങളെ അന്ധകൂപത്തിലാക്കും അരവിന്ദ. അരവിന്ദ, നമ്മുടെ എല്ലാം ആധാരം. വഴക്കിനും വയ്യാവരിക്കും പോകണ്ട. എന്താടാ? മുതലാളി ക്ഷമിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളാ? ആരാടാ ഈ ഞങ്ങള്? വരത്തെ കഴിവറുടെ മോനെ, നീ തൊഴിലാളിയാണോ? നീ കർഷകനാണോ? നീ ആരാടാ? ഞാനിവരുടെ നേതാവ്. കൊല്ലാകൊല്ലം വിത്തും വളവും കടം തരുന്ന എന്നേക്കാളും വിശ്വാസം നിങ്ങൾക്കൊക്കെ ഇപ്പൊ യവനെയാണ്, നേതാവിനെ അല്ലേടാ? ഇക്കുറി നേതാവിനെ പുഴുങ്ങി തിന്നത്തേ ഉള്ളൂല്ല. നെല്ല് കൊയ്ത് ചോറുണ്ടാവുന്ന ഒരുത്തനും കരുതണ്ട. എന്റെ പൈസ തരാതെ ഇവിടെ കൊയ്ത്ത് നടക്കത്തില്ല. കോടതി പോയി സ്റ്റേ ചെയ്യിക്കും ഞാൻ കൊയ്ത്ത്, അറിയാമോ? കുത്തുവാള എടുപ്പിക്കും ഞാൻ, കുത്തുവാള. പട്ടി കഴിവറടവന്മാരെ എങ്ങാണ്ടോ കിടന്ന ഒരു വരത്തിന് വേണ്ടി എനിക്കും എന്റെ ചത്തുപോയ അപ്പനപ്പന്മാർക്കും എതിരായിട്ട് മുദ്രാവാക്യം വിളിക്കാനും വേണ്ടി നീയൊക്കെ വളർന്നു അല്ലടാ? ഒതുക്കാൻ അറിയാം, ഒതുക്കി തരാമടാ. എടോ മുതലാളി, താൻ അങ്ങനെയൊന്നും എടുക്കണ. കൊയ്ത്ത് തടാൻ സ്റ്റേയും കൊണ്ടിഞ്ഞു വാ. താൻ എത്ര വണ്ടി പട്ടാളത്തെ കാവലിടും? കൂടി വന്നാ ഒരു വണ്ടി പോലീസിനെ. ഞങ്ങൾ 2000 പേർ ഇറങ്ങി അങ്ങ് കൊയ്യും. താൻ എന്തോ ചെയ്യും? വണ്ടി മുതലാളി, ഞാൻ പറയുന്നൊന്ന് കേൾക്കും മുതലാളി. മുതലാളി ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അപകടം പിടിച്ച പണിയാണ്. ഞാൻ പറയുന്നത് കേൾക്കും മുതലാളി. മുതലാളി തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടോ. വലിയ പഠിപ്പും പത്രാസും ഒക്കെ ഉള്ള ആളാണല്ലോ.
അരവിന്ദനെ കാണുന്നില്ലല്ലോ. ഇനി ടൗണിൽ വെച്ച് മുതലാളിയെ കാണാൻ കണ്ട് വല്ലതും. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ആ ദേ വരുന്ന അരവിന്ദൻ. എന്തായി? എന്താ അരവിന്ദേട്ടാ? എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ. അയാളുടെ മനസ്സ് മാറിയോ അതോ നമ്മുടെ ഇന്നലത്തെ വിരട്ടേറ്റോ എന്തോ. കോടതി പോയിട്ടുമില്ല, സ്റ്റേ വാങ്ങിയിട്ടില്ല. വക്കീൽ ഉപദേശിച്ചു തന്ന ബുദ്ധിയാ. ഞാൻ ആലോചിച്ചപ്പോ അത് തന്നെയാ അതിന്റെ ശരി. വണ്ടിപ്പടി പോലീസിനെ ഇറക്കി സ്റ്റേയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? സ്റ്റേക്ക് പിന്നെ മറു സ്റ്റേ, കോടതി, അതിന്റെ വരാന്ത. ഈ പുഴുക്കളെ കൊല്ലാൻ എന്തിനാ അളിയാ ഇത്രയൊക്കെ പാടുപെടുന്നേ? നെല്ല് തീ കത്തിപ്പോയി, ആർക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നു? ഇങ്ങനെ സമ്പാദിക്കുന്ന ഒന്നും മക്കൾ അനുഭവിക്കില്ല കേട്ടോ. നീ ആദ്യം പൊടി. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? പോകാൻ. മക്കൾക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിച്ചോളും, അത്ര തന്നെ. അളിയ, ലക്ഷ്മിക്കുട്ടി പറഞ്ഞതിന് കാര്യമുണ്ട്. തീക്കളിയാ, സൂക്ഷിക്കണം. ആ ഒന്ന് വേഗം വരണ്ടല്ല. ഒഴിക്കട കേട്ടോ. മതിടാ, കേറി വരണ്ട, കേറി വന്ന്. ഇവളെ ആ കാവൽപുരയിലേക്ക് കൊണ്ടുപോകും.
ഞങ്ങളുടെ ജോലി പണ്ടേ തീർന്നു. തെറ്റുപറ്റിയ തനിക്കാം. വേണമെങ്കിൽ തിരുത്താം, അല്ലെങ്കിൽ തിരുത്താതിരിക്കാം. വാ ശശി. അന്ന് രാത്രിയാണ് അരവിന്ദേട്ടൻ കൊച്ചമ്മയുടെ അച്ഛന്. ബാക്കി എനിക്കറിയാം. കൊച്ചമ്മേ, സാരമില്ല. നാണിയമ്മേ, എന്താ കുഞ്ഞേ? ട്രീസെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ട് വരൂ. ശരി കുഞ്ഞേ. സമയം ഒരുപാടായി. ട്രീസ പൊയ്ക്കോളൂ. ഡോക്ടർ പ്രകാശ്, റിലീവിംഗ് ഓർഡർ എപ്പോഴത്തേക്ക് ശരിയാവും? അത് ഡോക്ടർ സാവിത്രിയോട് ചോദിച്ചാലേ പറയാൻ പറ്റൂ. ഇനിയിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 2 ആഴ്ചക്കകം ഡിസ്ചാർജ് ചെയ്യാമല്ലേ? അരവിന്ദിന്റെ കാര്യം ആലോചിച്ച തമാശയാ. ക്രിമിനൽ വേസ്റ്റേജ് ഓഫ് പബ്ലിക് മണി ആൻഡ് ഹ്യൂമൻ എനർജി. പിന്നെ നിങ്ങളെ പോലുള്ള പ്രൊഫഷണൽ ടാലൻസും. എന്തിനാ? തൂക്കുമരം വരെ പരസഹായം കൂടാതെ ഒന്ന് നടന്നു കിട്ടണം. ഒന്ന് ആലോചിച്ചാൽ ചിരിക്കാൻ തോന്നുമല്ലേ? പക്ഷേ എനിക്ക് ചിരിക്കാൻ തോന്നുന്നില്ല. ഞാനൊരു ഡോക്ടറാണ്. കൂടുതൽ പെർഫെക്റ്റ് ആയൊരു കൊലപാതകം നടത്താൻ വേണ്ടി അപകട മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുക, അതിൽ കോമഡി ഇല്ല സർ. ഇപ്പൊ എങ്ങനെയുണ്ട്? പെയിൻ ഉണ്ടോ? ഇല്ല. എന്റെ റിലീസ് ഉടനെ വേണമെന്ന് നിർബന്ധിച്ചു അല്ലേ? സമയം ചുരുക്കാൻ മാർഗമുണ്ട്. മരുന്നും ഇഞ്ചക്ഷനും ഒക്കെ ഡബിളോ ത്രിബിളോ ആക്കാം ഡോസ്. ഗിനിപ്പന്നിയുടെ റോളിൽ അഭിനയിക്കാൻ ഞാൻ റെഡി. അധികം സംസാരിക്കണ്ട. റീസേ, സമയം എത്രയായി? 8:30. 10 മണിക്കല്ലേ ഫ്ലൈറ്റ്? ഡോക്ടർ എയർപോർട്ടിൽ പോകുന്നില്ലേ ഉണ്ണിയെ കൂട്ടാൻ? ഞാൻ പറഞ്ഞു എയർപോർട്ടിൽ പോണം. ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം.